അയോധ്യ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ഇന്നലെ അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അവർ ആ ഇൻവിറ്റേഷൻ റിജക്റ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ പല വീഡിയോയിലും ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അയോധ്യ എന്ന് പറഞ്ഞ ഈ സംഭവം രാമക്ഷേത്ര ഭൂമി, രാമജന്മഭൂമി, ഇതിൻ്റെ അജിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഴയ ഡീറ്റെയിൽസ് ഇതെങ്ങനെയാണ് കുത്തിപ്പൊക്കി ഒരു നാഷണൽ ഇഷ്യൂ ആക്കി കോൺഗ്രസ് പാർട്ടി ഇത്രയും നാളും കൊണ്ടുപോയി മൈനോറിറ്റി കമ്മ്യൂണിറ്റി, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ അപ്പീസ് ചെയ്ത് അതിൽ വോട്ടുണ്ടാക്കി അവർ തന്നെയാണ് ഈ രാജീവ് ഗാന്ധിയുടെ സമയത്ത് തന്നെയാണ് ഈ അയോധ്യ തുറന്നു കൊടുക്കുന്നത്. ഇപ്പം പറയുന്നത് അവരത് റിജക്റ്റ് ചെയ്യുന്നു. ഇത് ഇന്ത്യയിലെ പരമോന്നത നീതി ന്യായാലയം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏറ്റവും പരമോന്നത കോടതി വിധി, ആ വിധിയിലാണ് പറയുന്നത് ഇത് ഹിന്ദുക്കളുടെ ക്ഷേത്രമായിരുന്നു, അവിടെ ക്ഷേത്രമാണ് പണിയേണ്ടത്. രാമജന്മഭൂമി ആകാനുള്ള പോസിബിൾ എവിഡൻസ് എല്ലാം അതിൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ പേരിലാണ് ആ വിധി വന്നത്. അതിനെപ്പറ്റി ചീഫ് ജസ്റ്റിസ് അന്ന് ആ ബെഞ്ചിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് പറഞ്ഞു, ഫാക്ട്സും ഫിഗറും ഡീറ്റെയിൽസും ഹിസ്റ്ററിയും ചരിത്രവും ആർക്കിയോളജി സയൻറ്റിഫിക് ഒബ്സർവേഷന് ശേഷമാണ് വിധി കൊടുത്തത്. അപ്പോൾ പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ടായത് കേരളത്തിലെ സമസ്ത, മുസ്ലിം ലീഗ്, അങ്ങനെയുള്ള സംഘടനകൾ. കോൺഗ്രസ് പോകരുത്. ഞാനപ്പോൾ അവരോട് ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് മക്കയും മദീനയും, അതേപോലെ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഇമോഷനാണ് അയോധ്യ, ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഹിന്ദുക്കളുടെ ഐക്കോണിക് ഗോഡാണ് ഈ രാമൻ എന്ന് പറയുന്ന സംഭവം. അതെങ്കിലും മനസ്സിലാക്കുക. നിങ്ങളിത് വലിച്ച് നീട്ടിക്കൊണ്ടു പോയിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായി ഈ ഹിന്ദു പോളറൈസേഷൻ ഉണ്ടാകാനുള്ള കാരണം നിങ്ങളാണ്. ഇത് വളരെ മുമ്പ് തന്നെ സോർട്ട് ഔട്ട് ചെയ്ത്, കാരണം നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ് എന്താണ് ഈ സംഭവം എന്ന്. അതിന് ചുറ്റുപാടുള്ള മുസ്ലിങ്ങളോട് ചോദിച്ചാൽ അവരും പറഞ്ഞു തരും. അവർക്കൊന്നും ഇതൊരു പ്രശ്നമേ അല്ല. ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി തീരുമാനം മാറ്റുകയും അതിൻ്റെ പ്രത്യാഘാതം കോൺഗ്രസ് അനുഭവിക്കാൻ പോവുകയാണ്. ഈ പാർട്ടി കംപ്ലീറ്റ് ആയിട്ട് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യും. ഇന്ത്യയെ ഇത് വൈപ്പ് ഔട്ട് ചെയ്ത് പോകും ഈ ഒറ്റ ഒരു ഡിസിഷൻ. കാരണം കോൺഗ്രസ് പാർട്ടിയിലെ പല നേതാക്കളും കോൺഗ്രസ് വിട്ടുപോകും. DK ശിവകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. അദ്ദേഹം കോൺഗ്രസിൻ്റെ കർണാടക പ്രസിഡൻ്റാണ്, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററാണ്. ഒരു 1.5 വർഷം കഴിയുമ്പോൾ അടുത്ത് മുഖ്യമന്ത്രിയാകാൻ പോവുകയാണ്. അയാളെന്താ പറഞ്ഞ്, രാമക്ഷേത്രത്തിൽ ഞങ്ങൾ പോയി പോകുന്നതിൽ എന്താ തെറ്റ്? ഇതാണ് കമൽനാഥും കോൺഗ്രസിൻ്റെ പല നേതാക്കളും പറയുന്നത്. അപ്പം അതുപോലും മനസ്സിലാക്കാതെയാണ് നിങ്ങൾ പ്രതികരിച്ചപ്പോൾ നിങ്ങളുടെ വോട്ട് കിട്ടി മാത്രമേ UDFും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും വയനാട് ജയിക്കുകയുള്ളൂ. അതിൻ്റെ പേരിൽ റിജക്റ്റ് ചെയ്തു. ഇനി അടുത്ത ചോദ്യം, അയോധ്യ പിടിച്ചെടുത്തതല്ല, കോടതി വിധിയിൽ കൂടെയാണ് അവിടെ ക്ഷേത്രം പണിയുന്നത്. ഈ ഇസ്രായേലിലുള്ള ജെറുസലേം, അതായത് ബേത്ലഹേം മാത്രമേ ഉള്ളൂ വെസ്റ്റ് ബാങ്കിൽ. ബാക്കി ജെറുസലേം, അതേപോലെ ഈ ഹോളി സിറ്റി എന്ന് പറയുന്ന ഈ ജീസസുമായിട്ട് ബന്ധപ്പെട്ട മുഴുവനും ഇസ്രായേലിലാണ്. അത് ഇസ്രായേൽ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തതാണ്. വാർ ചെയ്ത് 1947 48 67 ആ ഡേറ്റുകൾ നോക്കുക. കേരളത്തിൽ നിന്ന് എത്ര പേരാണ് പോകുന്നത്? ഹോളി സിറ്റി ടൂറ് നടത്തുന്നു. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അവിടെ പോകണ്ടെന്ന്? പോകണ്ടെന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ റിയാക്ഷൻ ഭയങ്കരമായിരിക്കും. ലോകത്തുനിന്ന് മുഴുവൻ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ മേളിൽ തലയ്ക്ക് കയറുക എന്ന് മാത്രമാണ്, മുകളിൽ കയറുക. അതായത് മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യത്ത് ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റി, ഇവിടെ ഈ പറയുന്ന ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിങ്ങളും എല്ലാം തന്നെ കൺവേർട്ടഡാണ്. അല്ല നേരെ സൗദിയിൽ നിന്നോ മിഡിൽ ഈസ്റ്റിൽ നിന്ന് കയറി വരികയും ഇസ്രായേലിൽ നിന്നോ അമേരിക്കയിൽ നിന്ന് കയറി വന്ന ക്രിസ്ത്യൻസ് ഒന്നും അല്ല. അതിനായി ഇന്ത്യനൈസ്ഡ് മുസ്ലിം എന്ന് പറയുന്നത്, ഇന്ത്യനൈസ്ഡ് ക്രിസ്ത്യൻ എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കേണ്ട ഇന്ത്യക്കാരായിട്ട്.
അപ്പം ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ അവരുടെ പ്രതീകമായ ഈ പറയുന്ന രാമക്ഷേത്രം അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് യു പിയിൽ ഏകദേശം 1500 ദർഗയിലും മുസ്ലിം പള്ളികളിലും അന്നെന്തുവിനെ തിരി തെളിക്കുന്നത്? കാരണം ഇതോടുകൂടി ഇഷ്യൂ അങ്ങ് തീരണം. ഈ അമ്പലത്തിൻ്റെയും പള്ളിയുടെയും ഇഷ്യൂ ഇന്ത്യയിൽ ഇതോടുകൂടി അങ്ങ് തീരണം. എത്ര വർഷം കൊണ്ടുണ്ടായൊരു ഇഷ്യൂ ആണെന്ന് മനസ്സിലായി. ഒരു ദുഷ്ടനായ ഒരു ഭരണാധികാരി, ഔറംഗസീബ് ആണെങ്കിലും ബാബർ ആണെങ്കിലും ചില മുഗൾ രാജാക്കന്മാർ ചെയ്ത ക്രൂരതയാണ്. എത്രയോ സിഖുകാരെയാണ് കൺവേർട്ട് ചെയ്യുന്നതിന് പിന്നെ വെട്ടിക്കൊന്നത്. അതിൻ്റെ ചരിത്രം എടുത്തു നോക്ക്. എത്രയോ ഹിന്ദുക്കളെയാണ് കൺവേർട്ട് ചെയ്തത് ഫോഴ്സ്ഫുള്ളായിട്ട്. അപ്പം അതൊക്കെ തീരട്ടെ. കാരണം ചരിത്രം, ആ പഴയ ചരിത്രം തീർന്ന് പുതിയ ചരിത്രം വരട്ടെ. അതാണ് ഇവിടെ ആവശ്യം. അതിനെ ഊതിപ്പെരിപ്പിച്ച് വീണ്ടും കോൺഗ്രസ് ഈ ഇഷ്യൂ ഫർദർ നീട്ടി കേരളത്തിലെ ഒരു ചെറിയ കോണകം പോലെയുള്ള സ്റ്റേറ്റിൽ ജയിക്കാൻ അവരുടെ വോട്ടിന് വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടിയാണിത്. ഇതിൻ്റെ പേരിൽ തന്നെ ഇന്ത്യ അലയൻസ്, പ്രതിപക്ഷത്തിൻ്റെ അലയൻസ് ചിഹ്ന ഭിന്നമായില്ലേ? കണ്ടോ ഈ സംഭവം എങ്ങോട്ടാണ് പോകുന്നതെന്ന്? ഉദ്ധവ് താക്കറെയും കോൺഗ്രസ് നേതാക്കളും SP-യും മുലയം സിംഗും മറ്റുള്ള എല്ലാ പാർട്ടികളും കോൺഗ്രസിൻ്റെ 2-3 മുഖ്യമന്ത്രിമാർ, ആകെ 2-3 മുഖ്യമന്ത്രിയേ ഉള്ളൂ. ഹിമാചൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അയാൾ പോകും. ഇതാണ് സംഭവം. ഇതെങ്കിലും ഇമോഷണലി മനസ്സിലാക്കണം. നിങ്ങളിവിടെ ഈ പറയുന്ന സംഭവം സമസ്ത പറഞ്ഞു കഴിഞ്ഞപ്പം ലീഗിനെ അതിനെ പിന്തുണയ്ക്കാതെയോ പിന്നെ കേരളത്തിലേക്ക് കുറച്ച് കോൺഗ്രസ് ലീഡേഴ്സും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിനെ ഉയർത്തിപ്പിടിക്കും നോർത്ത് ഇന്ത്യയിൽ. ഇതും വീണ്ടും കോൺഗ്രസിനെ ബുൾഡോസ് ചെയ്യും. ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായി, ഉത്തർപ്രദേശിൽ വരാൻ പോകുന്ന ഇലക്ഷൻ റായ്ബറേലിയിൽ പോലും കോൺഗ്രസ് ജയിക്കില്ല. അമേഠി പോയി. ഇതാണ് ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്. ഇതാണ് ഈ സംഭവം. ആ ബോധമെങ്കിലും കേരളത്തിലെ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ധരിക്കുന്നതല്ല നോർത്ത് ഇന്ത്യൻ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് ഒരു സമയത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നൊരു പാർട്ടി ഇന്ന് എവിടെയും ഇല്ലാതായി മാറി. ഹിന്ദി ബെൽറ്റിൽ നിന്ന് കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്തു പോയി. എന്തുകൊണ്ടാണ് മധ്യപ്രദേശ് നേതാക്കൾ ഈ രാം ടെമ്പിളിനെ പറ്റി പറയുന്നത്? അവർക്കറിയാം അതുമായിട്ട് ബന്ധപ്പെട്ട നോർത്ത് ഇന്ത്യൻസിൻ്റെ ഇമോഷൻ. രാജസ്ഥാൻ നേതാക്കൾ മിണ്ടാതിരിക്കുകയാണ്. അവർക്കും അറിയാം ഇതിൻ്റെ പ്രശ്നം എവിടുന്ന് ഇവിടം വരെ ഇത് പോകുമെന്ന്. കാരണം ഇവരുടെയൊക്കെ രാഷ്ട്രീയം ഇല്ലാതായി പോവുകയാണ് നോർത്ത് ഇന്ത്യയിൽ. ഇതോടുകൂടി ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യും. BJP ആണെങ്കിലും ഹിന്ദു അതേപോലെയുള്ള ഗ്രൂപ്പുകളാണെങ്കിലും അവരുടെ സംഘടനകളാണെങ്കിലും കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഹിന്ദുക്കളെ നശിപ്പിക്കാനുള്ളതാണ്. അതിന് മുൻതൂക്കം കൊടുക്കുവാണ് ഇതേപോലെയുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ. ഇതാണ് മനസ്സിലാകുന്നത്. കേരളത്തിലും ഇതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകും. NSS പറഞ്ഞു കഴിഞ്ഞു ഒരു അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയുമായിട്ട് കോടതി വിധിയായിട്ട് പോകുന്നതിൽ എന്ത് തെറ്റാവുള്ളത്? അതിലെല്ലാവർക്കും ഒരു വേൾഡ് പിൽഗ്രിം സെൻ്റർ ആകാൻ പോവുകയാണ്. അത് മെക്ക മദീന മുസ്ലിങ്ങളുടെ ആണെങ്കിൽ ഹിന്ദുക്കളുടെയാണ് ഈ പറയുന്ന രാമക്ഷേത്രം. അതിലെല്ലാവരും പോകട്ടെ. അതല്ലേ ഇതിൻ്റെ പ്രാധാന്യം. നമ്മൾ ഒരുമിച്ചല്ലേ ജീവിക്കേണ്ടത്? ഇതിനെ നശിപ്പിക്കാൻ ഇറങ്ങിയ ഈ നശുകൂലമായി ചിന്തിക്കുന്ന ഈ ഫ്രിഞ്ച് എലമെൻറ്റ് ഇതിനെയാണ് വൈപ്പ് ഔട്ട് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ട പാഠം.